ജന്മഭൂമി പ്രധാന വാർത്തകൾ. ഇന്ന് അധ്യാപക ദിനം. എല്ലാവർക്കും അധ്യാപക ദിനാശംസകൾ. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5. ഈ സുദിനം അധ്യാപക ദിനമായി ആചരിക്കുന്നു. അധ്യാപന രംഗത്ത് വ്യത്യസ്തമായ മാതൃകകൾ സൃഷ്ടിക്കുന്ന അധ്യാപകരെ വിവിധ തലങ്ങളിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്നു. പക്ഷേ ഇത്തരം പുരസ്കാരങ്ങളെക്കാൾ എത്രയോ വലുതാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ അധ്യാപകരുടെ ജീവിതം സ്വന്തം ജീവിതത്തിൽ പകർത്തി അവർക്ക് ആദരവ് അർപ്പിക്കുന്നത്. ഈ അധ്യാപക ദിനം നമ്മുടെ അധ്യാപകരുടെ വ്യതിരക്തമായ ജീവിതപാതയെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് പ്രേരണയാകട്ടെ. ശിക്ഷാ സംസ്കൃതി ഉദ്ധാൻ ന്യാസ് ദേശീയ സംയോജകനാണ് ലേഖകൻ. ഭീകരവാദത്തെ അപലപിച്ച് ഭാരതവും ബ്രൂണയും. ബന്ദർ സേരി ഭഗവാൻ. എല്ലാ രൂപത്തിലുമുള്ള ഭീകരവാദത്തെ അപലപിച്ച് ഭാരതവും ബ്രൂണയും ഭീകരതയെ തള്ളിക്കളയാൻ ഇരു രാജ്യങ്ങളും ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു. 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രൂണെ സുൽത്താൻ ഹാജി ഹസനാൽ ബോൾക്കിയയും നിരവധി കരാറുകളിൽ ഒപ്പുവെച്ചു. ആസിയാൻ ഭാരത സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലുള്ള പ്രതിബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിലുള്ള ആസിയാൻ കേന്ദ്രത്തിന് ആതിഥേയത്വം വഹിക്കാൻ ബ്രൂണയുടെ ശ്രമങ്ങൾക്കുള്ള ഭാരതത്തിന്റെ പിന്തുണയെയും സുൽത്താൻ എടുത്തു പറഞ്ഞു. 3-ാം കാലയളവിന്റെ തുടക്കത്തിൽ ബ്രൂണെ സന്ദർശിക്കാനും ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അവസരം ലഭിച്ചതിൽ അതീവ സന്തോഷമുണ്ടെന്ന് മോദി പറഞ്ഞു. ഉഭയകക്ഷി പങ്കാളിത്തത്തിന്റെ 40-ാം വാർഷികം ആഘോഷിക്കുമ്പോഴാണ് സന്ദർശനം. ഭാരതത്തിന്റെ ആക്ട് ഈസ്റ്റ് നയത്തിലും ഭാരത പസഫിക് കാഴ്ചപ്പാടിലും ബ്രൂണെ പ്രധാന പങ്കാളിയാണ്. 10-ാം വർഷത്തിലെത്തിയ ആക്ട് ഈസ്റ്റ് നയം ശക്തമാക്കാനുള്ള ഭാരതത്തിന്റെ പ്രതിബദ്ധതയ്ക്ക് അനുസൃതമായാണ് സന്ദർശനമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ഊർജം, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ആരോഗ്യം, ശേഷി വികസനം, സംസ്കാരം, ജനങ്ങൾ തമ്മിലെ വിനിമയം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ നേതാക്കൾ ചർച്ച നടത്തി. ICT, ഫിൻടെക്, സൈബർ സുരക്ഷ, പുതിയതും ഉയർന്നുവരുന്നതുമായ സാങ്കേതിക വിദ്യകൾ, പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം തുടരാനും ധാരണയായി. ടെലിമെട്രി നിരീക്ഷണം, ടെലികമാൻഡ് സ്റ്റേഷനുകൾക്കായുള്ള ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളുടെ പ്രവർത്തനത്തിലെ സഹകരണം സംബന്ധിച്ച ധാരണാപത്രത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കറും ബ്രൂണെ ഗതാഗത വിവരവിനിമയ മന്ത്രി പെങ്കിരൻ ഡാറ്റോ ഷംഹാരി മുസ്തഫയും ഒപ്പുവെച്ചു. ബന്ദർ സേരി ഭഗവാനും ചെന്നൈക്കുമിടയിൽ നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കാനും തീരുമാനിച്ചു. ജോർജ് കുര്യൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ന്യൂഡൽഹി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗദീപ് ധൻഖർ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായണൻ സിംഗ്, BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നഡ്ഡ, BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, ജനറൽ സെക്രട്ടറിമാരായ C. കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് P. സുധീർ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ, ജോർജ് കുര്യന്റെ ഭാര്യ OT അന്നമ്മ, മക്കളായ ആദർശ്, ആകാശ്, മരുമകൻ സ്നേഹ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മധ്യപ്രദേശിൽ നിന്ന് എതിരില്ലാതെയാണ് ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് ജയിച്ചത്. റോഡ് ശൃംഖല ശക്തമാക്കാൻ 1 ലക്ഷം കോടിക്ക് 74 പുതിയ തുരങ്ക പാതകൾ. ന്യൂഡൽഹി. റോഡ് ശൃംഖല ശക്തമാക്കുക, ഗതാഗതം കൂടുതൽ സുഗമമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ രാജ്യത്ത് പുതിയ 74 തുരങ്ക പാതകൾ നിർമ്മിക്കാൻ കേന്ദ്ര പദ്ധതി. 1 ലക്ഷം കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ചെലവെന്ന് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സംഘടിപ്പിച്ച ടണലിംഗ് ഇന്ത്യ കോൺഫറൻസ് 2-ാം പതിപ്പിലാണ് മന്ത്രി വൻ പദ്ധതി പ്രഖ്യാപിച്ചത്. തുരങ്കപാതകളുടെ മൊത്തം ദൈർഘ്യം 273 കിലോമീറ്റർ ആണ്. 15,000 കോടി ചെലവിൽ 49 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 35 തുരങ്കങ്ങൾ ഇതിനകം നിർമ്മിച്ചു.
134 കിലോമീറ്റർ ദൂരത്തിൽ 69 തുരങ്കങ്ങളുടെ നിർമ്മാണം നടക്കുന്നു. 40,000 കോടിയാണ് ഇതിന്റെ ചെലവ്. അദ്ദേഹം പറഞ്ഞു. നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാനും ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാനും പെർഫോമൻസ് ഓഡിറ്റിംഗ് നടത്തും. മണ്ണിടിച്ചിലുള്ള ഹിമാലയം പോലുള്ള സ്ഥലങ്ങളിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കും. ഇതുവഴി തുരങ്ക പദ്ധതികളുടെ കാര്യക്ഷമത ഉറപ്പാക്കാം, സമയബന്ധിതമായി പൂർത്തിയാക്കാം. മന്ത്രി തുടർന്നു. സച്ചിൻ ഖിലാരിക്കും ശരത് കുമാറിനും വെള്ളി. പാരാലിമ്പിക്സിൽ ഭാരത മെഡൽ നേട്ടം 21. പാരീസ്. പാരാലിമ്പിക്സ് 2024 നടന്ന മത്സരങ്ങളിൽ ഭാരതത്തിനായി 2 പുരുഷ താരങ്ങൾ വെള്ളി മെഡൽ സ്വന്തമാക്കി. ഇന്നലെ നടന്ന മത്സരങ്ങളിലാണിത്. ഷോട്ട്പുട്ടിൽ സച്ചിൻ ഖിലാരിയും ഹൈജമ്പിൽ ശരത് കുമാറും ആണ് വെള്ളി നേടിയത്. പുരുഷ ഹൈജമ്പിൽ ഭാരത താരം മാരിയപ്പൻ തങ്കവേലു വെങ്കലവും പുരുഷന്മാരുടെ T63 വിഭാഗത്തിലാണ് മാരിയപ്പൻ തങ്കവേലു വെങ്കലം കൊയ്തത്. T42 വിഭാഗത്തിൽ ടോക്കിയോ പാരാലിമ്പിക്സിൽ മാരിയപ്പൻ കുറിച്ച 1.86 മീറ്ററിന്റെ റെക്കോർഡ് ഭേദിച്ചായിരുന്നു ശരത് കുമാറിന്റെ പ്രകടനം. 1.88 മീറ്റർ ഉയരം മറികടന്നാണ് ശരത്തിന്റെ വെള്ളി നേട്ടം. 2ാം ശ്രമത്തിൽ തന്നെ താരം ഈ ഉയരം മറികടന്നു. 1.91 മീറ്റർ ചാടാനുള്ള അവസരത്തിൽ ശരത് വീണു. എന്നാൽ 1.94 മീറ്റർ മറികടന്ന അമേരിക്കയുടെ എസ്ര ഫ്രെച്ച് സ്വർണം സ്വന്തമാക്കി. T63 വിഭാഗത്തിൽ പുതിയ പാരാലിമ്പിക് റെക്കോർഡാണ് ഈ അമേരിക്കൻ താരം മറികടന്ന 1.94 മീറ്ററിന്റെ ഉയരം. ഇന്നലെ വെങ്കലത്തിലേക്ക് ഇടിഞ്ഞ മാരിയപ്പൻ 2016 റയോ ഡി ജനീറോയിൽ സ്വർണവും കഴിഞ്ഞ തവണ ടോക്കിയോയിൽ വെള്ളിയും നേടിയ താരമാണ്. പുരുഷ ഷോട്ട്പുട്ട് F46 വിഭാഗത്തിലാണ് ഭാരതത്തിനായി സച്ചിൻ ഖിലാരി വെള്ളി നേടിയത്. 16.32 മീറ്റർ ദൂരം കുറിച്ചാണ് താരത്തിന്റെ നേട്ടം. ഈ മെഡലോട് കൂടിയാണ് ഭാരതത്തിന്റെ നേട്ടം 21 ഉയർന്നത്. 3 സ്വർണവും 8 വെള്ളിയും 10 വെങ്കലവും സഹിതമാണ് ഭാരതത്തിന് ഇത്രയും മെഡലുകളായത്. കഴിഞ്ഞ ദിവസം വൈകി നടന്ന മത്സരങ്ങളിൽ ഭാരതത്തിന് 2 വെങ്കലവും 1 വെള്ളിയും സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു. പുരുഷ ജാവലിൻ ത്രോയിൽ അജിത് സിംഗ് വെള്ളിയും സുന്ദർ സിംഗ് ഗുർജാർ വെങ്കലവും നേടി. ഇരുവരും ജാവലിനിലെ F46 വിഭാഗത്തിലാണ് മത്സരിച്ചത്. ശുഭദിനം. നന്ദി.